എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതി. മിഠായി എന്ന പദ്ധതിയാണ് ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതി. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം. തിരുവനന്തപുരമാണ് സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം. സഞ്ജു സാംസണാണ് 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ച കായിക താരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്. അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം 2.0 പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ആന്ധ്രാപ്രദേശാണ് അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം 2.0 പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 19 ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തര കൊറിയയാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസോങ് 19 വികസിപ്പിച്ചെടുത്തത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങൾ. സ്വർണ ഷോണിമ എന്നിവയാണ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള തണ്ണിമത്തൻ ഇനങ്ങൾ. ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ ആഡംബര കൊട്ടാരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് വിപ്ലവ മ്യൂസിയം എന്ന പേരിലാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ ആഡംബര കൊട്ടാരം ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനായി നിയമിതനായത്. ജസ്റ്റിസ് പി ഡി രാജനാണ് തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനായി നിയമിതനായത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമായ ഗഗൻയാൻ ഏതു വർഷം വിക്ഷേപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്? 2026. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമായ ഗഗൻയാൻ 2026 വിക്ഷേപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത് എവിടെയാണ്? അകത്തേത്തറ. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള ഡയറക്റ്റ് ടു ഡിവൈസ് D2D സാങ്കേതികവിദ്യ ആദ്യമായി പരീക്ഷിച്ച സ്ഥാപനം. BSNL ആണ് നെറ്റ്വർക്ക് ഇല്ലാതെയും കോൾ ചെയ്യാവുന്നതിനുള്ള ഡയറക്റ്റ് ടു ഡിവൈസ് അഥവാ D2D സാങ്കേതികവിദ്യ ആദ്യമായി പരീക്ഷിച്ച സ്ഥാപനം. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായ രീതി അവലംബിച്ച് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതി. കേരള ക്ലൈമറ്റ് റെസിലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ. കേര പദ്ധതിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസൃതമായ രീതി അവലംബിച്ച് കർഷക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ പദ്ധതി. ജനസംരക്ഷണത്തിനും പരിപാലനത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിനായി 15 ദിവസത്തെ ജൽ ഉത്സവ് ആരംഭിച്ച സ്ഥാപനം. നീതി ആയോഗാണ് ജനസംരക്ഷണത്തിനും പരിപാലനത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിനായി 15 ദിവസത്തെ ജൽ ഉത്സവ് ആരംഭിച്ച സ്ഥാപനം.
സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. VK മോഹനൻ കമ്മീഷൻ. സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വിലയിരുത്തുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് VK മോഹനൻ കമ്മീഷൻ. ഇന്ത്യൻ തൊഴിലാളികൾക്ക് സുരക്ഷിതവും കൂടുതൽ സുതാര്യവുമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച വെബ് പോർട്ടലും മൊബൈൽ ആപ്പും ഏതാണ്? ഇ-മൈഗ്രേറ്റ് വേർഷൻ 2.0. ഇ-മൈഗ്രേറ്റ് വേർഷൻ 2.0യാണ് ഇന്ത്യൻ തൊഴിലാളികൾക്ക് സുരക്ഷിതവും കൂടുതൽ സുതാര്യവുമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ച വെബ് പോർട്ടലും മൊബൈൽ ആപ്പും. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി ആദ്യ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത് ദരംഗ. അസമിലെ ദരംഗയിലാണ് ഇന്ത്യയും ഭൂട്ടാനും അതിർത്തി പങ്കിടുന്ന ആദ്യത്തെ സംയുക്ത ചെക്ക് പോസ്റ്റ് തുറന്നത്. സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ ZWL എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ എന്ന ബഹുമതി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതിയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും പ്രസ്താവിച്ച ഹൈക്കോടതി. ഇന്ത്യൻ നാവികസേനയുടെ 2 മൾട്ടി പർപ്പസ് വെസൽ MPV പദ്ധതിക്ക് കീഴിൽ വിക്ഷേപിച്ച ആദ്യത്തെ കപ്പൽ സമർത്ഥക്. സമർത്ഥക് എന്ന കപ്പലാണ് ഇന്ത്യൻ നാവികസേനയുടെ 2 മൾട്ടി പർപ്പസ് വെസൽ MPV പദ്ധതിക്ക് കീഴിൽ വിക്ഷേപിച്ച ആദ്യത്തെ കപ്പൽ. അമേരിക്കയിലെ ഫോബ്സ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത് മുകേഷ് അംബാനി. മുകേഷ് അംബാനിയാണ് അമേരിക്കയിലെ ഫോബ്സ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയത്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് 80,000 കോടിയുടെ അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവ വാങ്ങാൻ ധാരണയായത്? അമേരിക്ക. ഇന്ത്യ അമേരിക്കയിൽ നിന്നുമാണ് 80,000 കോടിയുടെ അത്യാധുനിക പ്രിഡേറ്റർ ഡ്രോണുകൾ, മുങ്ങിക്കപ്പലുകൾ തുടങ്ങിയവ വാങ്ങാൻ ധാരണയായത്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ്. ഇന്ദ്രധനുസ് എന്ന നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരത്തിന് അർഹമായത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. പെറുവിലെ ലിമയിൽ നടന്ന 2024 ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യ. ഇന്ത്യയാണ് പെറുവിലെ ലിമയിൽ നടന്ന 2024 ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കൾ ആയത്. 2024 ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 176. 2024 ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 176-ാം സ്ഥാനമാണ്. വംശനാശം സംഭവിച്ചു എന്നു കരുതപ്പെട്ട മത്സ്യമായ ഭീമൻ സാൽമൺ കാർപ്പിനെ കണ്ടെത്തിയ നദി മെക്കോങ് നദി. വംശനാശം സംഭവിച്ചു എന്ന് കരുതപ്പെട്ട മത്സ്യമായ ഭീമൻ സാൽമൺ കാർപ്പിനെ കണ്ടെത്തിയത് മെക്കോങ് നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അലുമിനിയം ഉൽപ്പാദക രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അലുമിനിയം ഉൽപ്പാദക രാജ്യം.
കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത്? രത്തൻ യു കേൽക്കർ. രത്തൻ യു കേൽക്കറാണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്? സി ബാലഗോപാൽ. സി ബാലഗോപാലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDCയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി. പുതിയ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പേര് ഷിഗെരു ഇഷിബ. ഷിഗെരു ഇഷിബ എന്നതാണ് പുതിയ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പേര്. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്? ഇന്ത്യ. ഇന്ത്യയാണ് 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്? കാരിച്ചാൽ ചുണ്ടൻ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടനാണ് 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത്. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത്? കേരളം. കേരളമാണ് നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ? കടലുണ്ടി, കുമരകം. കേരളത്തിലെ കടലുണ്ടി, കുമരകം എന്നീ സ്ഥലങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ സ്ഥലങ്ങൾ. ഇന്ത്യയിലാദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത്? കണ്ണൂർ. കണ്ണൂരിലാണ് ഇന്ത്യയിലാദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത്. ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറിയത്? കുറ്റിച്ചൽ. കുറ്റിച്ചലാണ് ഭാരതത്തിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറിയത്. കടലിലും ശുദ്ധജലത്തിലും കരയിലും ആയി ജീവിക്കുന്ന ആമകളുടെ പരിരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ? കുർമ. കുർമ എന്ന ആപ്പാണ് കടലിലും ശുദ്ധജലത്തിലും കരയിലുമായി ജീവിക്കുന്ന ആമകളുടെ പരിരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന? ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത്. സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത്. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം? കാൺപൂർ. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാത്രക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം. വൃദ്ധരുടെ ക്ഷേമത്തിനായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വയോജന സൗഹൃദ പദ്ധതി? സഹയാത്ര. സഹയാത്ര പദ്ധതിയാണ് വൃദ്ധരുടെ ക്ഷേമത്തിനായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വയോജന സൗഹൃദ പദ്ധതി. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമേത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയാണ് സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം? ഫിൻലാൻഡ്. ഫിൻലാൻഡാണ് ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. സംസ്ഥാനത്തെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പ് കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാല? കേരള ഡിജിറ്റൽ സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യത്തെ സിലിക്കൺ പ്രൂവ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പായ കൈരളി AI ചിപ്പ് രൂപകൽപ്പന ചെയ്ത സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത്? മാർക്ക് റൂട്ടെ. മാർക്ക് റൂട്ടെയാണ്
നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം. കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തനാണ് കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. കുട്ടികളുടെ മൗലികാവകാശം ലംഘിക്കുന്ന ബാലവിവാഹ നിശ്ചയം നിരോധിക്കണമെന്ന് ഉത്തരവിറക്കിയ കോടതി? സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് കുട്ടികളുടെ മൗലികാവകാശം ലംഘിക്കുന്ന ബാലവിവാഹ നിശ്ചയം നിരോധിക്കണമെന്ന് ഉത്തരവിറക്കിയ കോടതി. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി? ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.